ഹലോ. അയ്യോ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ എനിക്കിന്ന് സ്കൂളിൽ പോകണം. TC വാങ്ങണം. കാരണം സ്കൂൾ കഴിഞ്ഞല്ലോ, അപ്പം TC സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പം അതൊക്കെ വാങ്ങാനായിട്ട് സ്കൂളിൽ പോവാം. ഇന്ന് എപ്പോൾ വേണോ പോകാം. നമ്മൾ പോകുന്നത് ഉച്ചയ്ക്കാണ്. 1-2 പേരും കൂടെ കാണും, ഫ്രണ്ട്സ് കാണും. അപ്പം നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒരുമിച്ചൊക്കെ ഇരുന്നിട്ടായിരിക്കും വരിക. കാരണം അങ്ങനെ എപ്പോഴും ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിരുന്ന് സ്പെൻഡൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റെഡിയാകാം. ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സമയം ഏകദേശം അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി റെഡിയാകണ്ടേ. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ കണ്ണാടിയൊന്നും ഇല്ല. കാരണം ഒന്നാമത്തെ കാര്യം കണ്ണ് കണ്ടുകൂടാ. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടി വയ്ക്കാൻ പാടില്ല. പിന്നെ അവിടെ നല്ല സൗണ്ട് ഉണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. എൻ്റെ സൗണ്ട് മാക്സിമം കേൾക്കാൻ പറ്റുന്നത് പോലെ ഞാൻ ഉറക്കെ സംസാരിക്കാം, ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ണാടിയും കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ക്യാമറയിലൊക്കെ ചെയ്യാൻ കുറച്ച് പാടാം. അപ്പം നമുക്ക് ഫസ്റ്റ് ബേസിക്കിലോട്ട് കിടക്കാം. ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. നമുക്കത് ഇടാം. ഡ്രൈ ആവട്ടെ ഇത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ഇടാറ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ലിപ് ബാം ഇട്ടേക്കാം. ഞാൻ ലാസ്റ്റായിട്ട് മേക്കപ്പ് ലിക്വിഡ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തത് 1 വർഷം മുന്നെയാണ്, ഒരു ഷോർട്ട് വീഡിയോ. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വലിയ കാര്യമില്ല. അതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് ഇത് മതി. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് പൗഡർ സൈഡിലിടും. കാരണം ഇപ്പോൾ കുറച്ച് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിലി ആവും. അപ്പോൾ നമുക്ക് നല്ല മഴക്കോളാം. അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ ഇടാം. സോ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. ഇതൊന്നും ഞാൻ എൻ്റേതായ കണ്ടുപിടുത്തമല്ല, ചേച്ചിയുടെ എടുത്തത്. ഓക്കെ, അപ്പം ഇത്രയും മതി. ബാക്കി പൗഡർ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇതിലേക്ക് തയ്ക്കാം. സോ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലൈനർ വെച്ചിട്ട്. ഇനി എൻ്റെ വീഡിയോസൊക്കെ മ്യൂസിക് ആയിരിക്കും. കാരണം നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്ത് എൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. സോ ഇനി എനിക്ക് അധികം ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇനി പോയി ബാക്കി മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരാം. നിങ്ങളത് കണ്ടോളൂ. നമുക്കിനി പൊട്ട് കൂടെ വയ്ക്കാം. ഞാൻ ഐലൈനർ ഇട്ടാണ് പൊട്ട് വയ്ക്കുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് പൊട്ട് വയ്ക്കാമല്ലോ. ഐലൈനർ ഇട്ട് നമുക്ക് പൊട്ട് വയ്ക്കാം. എന്താണ് ഞാൻ ചെയ്തത്? പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടോ? ഇത്രയും സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ എന്തായാലും റെഡി ആയിട്ട് വരാൻ. ബാക്കി ഇനി എനിക്ക് തല കെട്ടണം, ഡ്രസ്സ് ഇടണം. നമുക്കിനി കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇടാം. കാരണം ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ശകലം ലിപ്സ്റ്റിക്ക് ഇടും. എന്നിട്ട് പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ലിപ്സ്റ്റിക്ക് ഇടും. ഞാൻ ഇടുന്നത് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷെയ്ഡ് ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിന് മുന്നേ ലിപ് ബാം നമുക്ക് കുറച്ചുകൂടെ ഇടാം. ഞാനിതൊക്കെ ഇട്ടിട്ട് എനിക്ക് പിന്നീട് ചുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പുറത്തൊക്കെ പോകുന്നതല്ലേ, നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് ഇടാം. ഇതും സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. നമുക്ക് മിക്സ് ചെയ്തിടാം. നേരിട്ട് കാണുമ്പോൾ ഓക്കെ, ക്യാമറയിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസം. നമുക്കിനി പിന്നെ കാണാൻ. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വരാം. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മഴ കൊണ്ടുപോയി. ഞാൻ തല
കഴിഞ്ഞു. നല്ല മഴയാണ് പുറത്ത്. ഞാനിങ്ങനെ വെറുതെ ഇട്ടിരുന്നു. ഇങ്ങനെ വെറുതെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നമുക്കിനി കമ്മൽമാലയൊക്കെ ഇടാം. മഴയൊക്കെ ഒരുവിധം കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി സാധനങ്ങളോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ഈ 2 വലിയ കമ്മലാണ്. വലിയ കമ്മൽ ഞാനങ്ങനെ സ്കൂളിൽ വന്നിട്ട് ഇടാറില്ല. പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഞാൻ ഈ വള ഇത് ചെയ്യും ഞാൻ, എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. സോ ഞാനപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇത് മഴയും ഒരുവിധം കുറഞ്ഞു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കാരണം ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങിയെന്ന് പറയുമ്പോഴേ എനിക്ക് ഇറങ്ങാൻ പറ്റും. ഞാൻ നേരത്തെ അവിടെ പോയി നിൽക്കേണ്ടി വരും. കുറച്ച് പ്രശ്നമാണ്. എനിക്കങ്ങനെ ഇഷ്ടമല്ല ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നതെന്ന്. വെയിറ്റ് ചെയ്യാം. സോ ബൈ. ഫയൽ കൊണ്ടുപോകേണ്ടി വരും. കാരണം പേപ്പർ ചുരുങ്ങാതെയൊക്കെ ഇരിക്കണമല്ലോ. അപ്പം വലിയ ബാഗ്. ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു ഫയലിൻ്റെ അത്രയുണ്ട്, ഫയലിനെക്കാട്ടിയും ഉണ്ട്. അപ്പം അത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ഇതും കൊള്ളാം. പിന്നെ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ സംഭവങ്ങൾ മാറ്റണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുക. എനിക്കറിയത്തില്ല ഞാൻ ഏതിടും എന്നുള്ളത്. അപ്പം ബൈ, ഞാനിനി പിന്നെ വരാം. ബാക്ക് ക്യാമറ എടുക്കുന്നത് നിരഞ്ജനെ സത്യം. നീ എന്താ എന്നെ കാണിക്കാൻ? ഇപ്പൊ ഞാൻ ഒരിടത്തും പോണില്ല. അന്ന് എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് ഓട്ടം ഉണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഇനി കടയിൽ പോവാണ്. നമ്മൾ ഇനി ജ്യൂസ് കുടിക്കാൻ പോവാണ്. നമുക്ക് കടയിൽ പോയിട്ട് കാണാം. ശ്രേയ നോക്ക്. നീയോ? അതിന്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ടൊരു വെട. വേറെ വേറെ വെക്കാം. ബ്ലൂ എന്താ? ബ്ലൂബെറി. എനിക്ക് ബ്ലൂബെറി. ചോക്ലേറ്റ് ഓറിയോ ആണോ? ഓറിയോ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറ. ഈ ചോക്ലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ബ്ലാക്ക് ഫോറസ്റ്റാ വേണ്ട, എനിക്ക് ഓറിയോ മതി. ചിലപ്പോൾ ഓറിയോയുടെ ടേസ്റ്റ് ഇല്ലെങ്കിൽ അടുത്ത ഓറിയോയ്ക്ക് വേണ്ടി അടുത്ത് വാങ്ങേണ്ടി വരും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എല്ലാരും ഇഷ്ടപ്പെട്ടു. പോട്ടെ.
നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. നമുക്ക് പറയാം ബൈ 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 ബൈ. ക്യാമറ അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു. എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ എടുത്തു. എന്തൊക്കെയോ എടുത്ത് വളരെ കുറച്ച് എടുത്തുള്ളൂ, കാരണം സമയമൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാം. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്തത്. നോക്കട്ടെ, ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇടാൻ പറ്റുമെങ്കിൽ ഞാനിടാം. ഇപ്പം ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് തളർന്ന് ഞാൻ ഫുൾ നനഞ്ഞു. കുട കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല, മറ്റേ സൈഡിൽ കൂടെ ഞാൻ നനഞ്ഞുകൊണ്ടാണ്. ഞാനിനി പിന്നീട് വരാം. എനിക്ക് ഭയങ്കര ക്ഷീണം. ഓക്കെ, ഞാനപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയല്ലോ ഒരു കോസ്റ്റർ. ഈ കോസ്റ്ററിലാണ് ഞാനിപ്പോൾ ഈ കമ്മൽ മോതിരമൊക്കെ വയ്ക്കുന്നത്. അതാകുമ്പോഴത്തേക്കും അതവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പുതിയതായിട്ടൊരു സംഭവം ഇതിൽ തന്നെ കുറച്ചുകൂടെ വലുതുണ്ടാക്കാം ജസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ നൂലിൻ്റെ ഉണ്ട്. മോതിരം കമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ആ കോസ്റ്റർ തന്നെ ഉണ്ടാക്കാൻ നോക്കിയത്. കോസ്റ്റർ തന്നെ ഉണ്ടാക്കാൻ നോക്കിയാൽ കുറച്ചുകൂടെ വലുതായിരിക്കും. സോ ഞാനിനി പോയിട്ട് പിന്നെ വരാം. സോ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഫുഡ്. ഇത് ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫിൻ്റെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.